ഇന്നലെ തന്നെ കോടതിയുടെ വിധിയുണ്ടായിരുന്നു. ഈ ദേവസ്വം ബോർഡിൻ്റെ സ്വാധീനം ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ എത്രമാത്രമുണ്ട് എന്നറിയാൻ വേണ്ടി മീറ്റിങ്ങുകളുടെ മിനിറ്റ്സ് പിടിച്ചെടുക്കണമെന്നായിരുന്നു കോടതി വിധി. ഇപ്പോൾ SIT ഇത് പിടിച്ചെടുത്ത് കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. മോർണിംഗ് ഷോയിൽ വിഷ്ണു, ഗുഡ് മോർണിംഗ്. ശരിക്കും കോടതിക്ക് ചില സംശയങ്ങളൊക്കെ ഇക്കാര്യത്തിൽ കാര്യമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. വിവരങ്ങൾ ഗുഡ് മോർണിംഗ്. സംഘടിത കുറ്റകൃത്യം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന പ്രാഥമിക വിലയിരുത്തലിലാണ് ദേവസ്വം ബെഞ്ചുള്ളത്. അതുകൊണ്ടാണ് അതിന്റെ ക്രിമിനൽ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോകണമെന്ന് SITക്ക് നിർദ്ദേശം നൽകിയത്. പല കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നുണ്ട് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കോടതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവസ്വം ബോർഡിന്റെ സബ് മാനുവൽ ലംഘിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ സ്വർണം പൂശാൻ വേണ്ടി ദ്വാരപാലക പാളി നൽകിയതെന്ന് പറയുന്നുണ്ട്. ഒപ്പം 30 കിലോ ഉള്ള വിഗ്രഹങ്ങളുടെ കാര്യങ്ങൾ അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 40 വർഷം വാറന്റിയാണ് ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് നൽകിയത്. പക്ഷേ 2019 സ്വർണം പൂശിയ ദ്വാരപാലക പാളി 2024 ആയപ്പോൾ മങ്ങി തുടങ്ങി. എന്നിട്ട് വീണ്ടും 2025 ഈ വീഴ്ച സംഭവിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ഇത് കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് 2019 ഗുരുതരമായ ക്രമക്കേട് മറച്ചുവെക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കോടതി ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട് ആരെയും അറിയിക്കാതെ ദ്വാരപാലക പാളി കൊടുത്തുവിട്ടതെന്നാണ് നിലവിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം. അതായത് 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളെ മാത്രം പഴിചാരി രക്ഷപ്പെടാനാകില്ല. 2025 PS പ്രശാന്തിന്റെ ഭരണസമിതിക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന സൂചന നൽകുന്നതാണ് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശങ്ങളും SITയുടെ സംശയങ്ങളും. ഒപ്പം 2021 സ്വർണ്ണപ്പീഠവുമായി ബന്ധപ്പെട്ടും ഒരു ആരോപണം ഇപ്പോൾ കോടതി മുന്നോട്ട് വെക്കുന്നു. അതിങ്ങനെയാണ്: 2021 സ്വർണ്ണപ്പീഠം സ്വർണം പൂശിയ ശേഷം നേരെ സന്നിധാനത്തെത്തിച്ചു. പക്ഷേ അത് മഹസറിലോ തിരുവാഭരണ രജിസ്ട്രിയിലോ രേഖപ്പെടുത്തിയില്ല. കൃത്യമായ ബോധപൂർവമായി ഇത് ഒഴിവാക്കിയെന്നാണ് ഹൈക്കോടതി പറയുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ദ്വാരപാലക പാളിയിലും അതോടൊപ്പം തന്നെ ഈ വാതിൽപ്പടിയിലും മാത്രം അന്വേഷണം ഒതുക്കരുത്, സമഗ്ര അന്വേഷണത്തിലേക്ക് പോകണമെന്ന നിർദ്ദേശം നിലവിൽ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അതിൽ പ്രകാരമുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമോ, 2025 ഭരണസമിതിയിലെ ആളുകളെ ചോദ്യം ചെയ്യുമോ എന്നുള്ളതാണ് ഈ ഇടക്കാല ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഇനി ഉണ്ടാകാനുള്ള ഏറ്റവും നിർണായകമായ നീക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.